വാർത്തകളിലേക്ക് വീണ്ടും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, കണ്ടാലറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ഞങ്ങൾ രണ്ടുപേരും പരാതി നൽകി. പക്ഷേ ആ പരാതിയിന്മേൽ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ഇത് പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങളെയും കേരളത്തിലെ ഓരോ ജനാധിപത്യവാദികളെയും അധിക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ശക്തമായ പ്രതിഷേധവും അമർഷവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ അന്യായം ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ചത്. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ ഗവൺമെൻറ് നടപടി, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. തനിക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യായീകരണം. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കേസെടുക്കുന്ന കാര്യത്തിൽ വേണ്ടി വന്നു. വിവരങ്ങൾ എന്താണ് മനീഷ്? ശ്രീജിത്ത്, അടുത്തിടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ വിവാദമായൊരു സംഭവം, ആ സംഭവത്തിലാണ് നിലവിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മർദ്ദനം, ഇവരെ പരസ്യമായി തെരുവിൽ ഈ 2 നേതാക്കളെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം വലിയ വിവാദമായി. അതിൽ ഇവർ പരാതി നൽകിയിട്ടും പക്ഷേ പോലീസ്, ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് എടുത്തിരുന്നില്ല. പിന്നീട് DGP ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ, അതായത് ഈ ഗൺമാൻ അടക്കം പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന്റെ പിന്നീടും പുറകെ വന്ന വാഹനത്തിൽ നിന്നിറങ്ങി വടിയുമായി നീളത്തിൽ, അത് ലാത്തിയേക്കാൾ നീളമുള്ള വടി കൊണ്ട് അടിച്ചതിന്റെ കാരണം അത് സ്വാഭാവിക നടപടിയാണ്, അത് പോലീസിന്റെ സാധാരണ രീതിയാണ്, അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു കൊടുത്തത്. അതിനുശേഷമാണ് പിന്നീട് പാർട്ടി KSU ഘടകത്തിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഫയൽ ചെയ്യുകയും കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുകയും കേസെടുക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമം മറികടന്ന് മർദ്ദിച്ചതെന്ന വാദമാണ് പ്രധാനമായും പരിഗണിച്ചതും. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പ്രതിഷേധിക്കിൽ നിന്നും മാറ്റി പിന്നീട് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് അരൂർ SI ആയിട്ടുള്ള സാബുവിന് പോലും ഈ ഗൺമാന്റെ ഭാഗത്തു നിന്നും ചൂരലിന് അല്ലെങ്കിൽ വടി കൊണ്ടുള്ള അടി ഏറ്റിരുന്നു. അത്തരത്തിൽ പോലീസ് പിടിച്ചു മാറ്റിയിട്ട് പിന്നെ എന്തിനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിച്ചത്? അത് പ്രതികാര നടപടിയാണ്, അത് പോലീസ് നടപടിയല്ല എന്ന വാദമാണ് കോടതിയിൽ നിലനിന്നതും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് നിലവിൽ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ ഇനി പോലീസ് ഏത് തരത്തിലുള്ള കേസായിരിക്കും എടുക്കുക, FIR എങ്ങനെയായിരിക്കും ഇടുക? അതായത് ദുർബലമായ വകുപ്പുകളാണോ അതോ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണോ, ഏത് രീതിയിലായിരിക്കും? ഒന്നാമത് ഇവർ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി ആയതുകൊണ്ട് അവർക്ക് ഏത് നിയന്ത്രണം വരെ, ഏത് രീതിയിൽ വരെ ആളുകളോട് പെരുമാറാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരോട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എത്രത്തോളം ഈ രീതിയിൽ ഇടപെടാമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും പോലീസ് FIR എടുക്കുക. അതുകൊണ്ട് തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ ഈ നീളമുള്ള വടിയെടുത്ത് രണ്ട് യുവ നേതാക്കളെ തല്ലിയ സംഭവത്തിൽ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏത് വിധത്തിലുള്ള FIR. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. ഇടവേളയ്ക്ക് ശേഷം തിരികെ.